എടോ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത് കുക്കറപ്പാണ് നമ്മുടെ കലത്തപ്പം. ഇത് ഞാൻ എന്നാൽ കുക്കറിലല്ല കേട്ടോ ചെയ്യുന്നേ. എപ്പോഴും കുക്കറിൽ ചെയ്ത എല്ലാവർക്കും പരാതിയോ ഇത് കരഞ്ഞു പോകുന്നു, അടി പിടിക്കുന്നു, നന്നാന്നില്ല, ഇതേപോലെ ആര് വരുന്നില്ല. ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഇതേപോലെ ഫുള്ളായിട്ട് ആരെടുത്തെടുക്കുന്ന ഈ കുക്കറപ്പം സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു തരട്ടെ. എന്നാൽ അതിനുവേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1 കപ്പ് പച്ചരി, 250 ഗ്രാം പച്ചരി ഒന്ന് വെള്ളത്തിൽ 2-3 മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഈ പച്ചരി ഒന്ന് നല്ലോണം അരിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഈ പച്ചരി ഒന്ന് ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്തെടുക്കാൻ പോകുന്നത് 3 ടേബിൾ സ്പൂൺ ചോറാണ്. പിന്നെ ഇതിലേക്ക് ഒരു 3 ഏലക്ക, 3/4 ടീസ്പൂൺ ജീരകം, ആവശ്യത്തിനുള്ള ഒരു 1/2 ടീസ്പൂൺ ഉപ്പും, അതേപോലെ തന്നെ നമ്മൾ പച്ചരി അളന്നെടുത്ത കപ്പില്ലേ ആ ഒരു കപ്പിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചെടുത്ത് ഒട്ടും തരിയില്ലാണ്ട് നല്ല ഫൈനായിട്ട് അരിച്ചെടുക്കണം. ഇനി നമ്മൾ ഇതിലേക്കുള്ള ശർക്കര പാനിയാണ് ചെയ്തെടുക്കുന്നത്. 1/4 കപ്പ് ശർക്കര, പൊടിച്ച ശർക്കരയാണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത്. അതേപോലെ തന്നെ 3/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇതേപോലെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്കുള്ള തേങ്ങയും ചെറിയുള്ളിയും ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ആദ്യം നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ്, കുക്കറിലല്ല ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഏത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണോ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് നമ്മുടെ തേങ്ങാക്കൊത്തും, ഞാൻ കുറേ തേങ്ങാക്കൊത്തും ചെറിയുള്ളി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കറപ്പത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് ഈ കളറാവുന്നവരെ നമുക്കൊന്നിത് വറുത്തെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച പച്ചരി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ശർക്കര പാനി നല്ല ചൂടോടെ, ആ തെളിച്ച് വരുന്ന ചൂടില്ലേ ആ ചൂടോടെ തന്നെ ചേർത്ത് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ കൈവെക്കാണ്ട് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മൾ അരി പെട്ടെന്ന് തന്നെ വെന്ത് പോകും. ഇനി നമ്മളിത് നേരത്തെ വറുത്ത് വെച്ച തേങ്ങയും ചെറിയുള്ളില്ലേ അതിലേക്ക് ഒഴിച്ചെടുക്കാൻ പോവാണ്. ഒഴിച്ചെടുക്കുന്ന ടൈമിൽ ഫ്ലെയിം മീഡിയത്തിലായിരിക്കണം. എന്നിട്ട് അത് ലോ ഫ്ലെയിമിലേക്കിട്ട് നമ്മൾ സിമ്മിലേക്കിട്ട് ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കുക്കറപ്പം അല്ലെങ്കിൽ കലത്തപ്പം റെഡി കേട്ടോ. അപ്പോൾ ഒരു 13 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് എനിക്കിത് കിട്ടിയിട്ടോ. ഞാനൊന്ന് വെന്തുക്കോ നോക്കേണ്ടിയിട്ട് ഒരു ടൂത്ത് പിന്നിട്ട് കുത്തി നോക്കിക്ക്. അപ്പോൾ അത് അടി പിടിക്കാണ്ട് നല്ല അടിപൊളി കുക്കറപ്പം കിട്ടിയിട്ടോ. സാധാരണ എല്ലാവരും പറയും ഈ കുക്കറിൽ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അടി പിടിച്ചു പോകുന്നു, കരിഞ്ഞു പോകുന്നതൊക്കെ. നമ്മളത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് ചെയ്യുമ്പോൾ ആ ഒരു പ്രശ്നമേ നമുക്ക് വരുന്നില്ല കേട്ടോ. സാധാരണ നമ്മളൊരു പോള ചെയ്തെടുക്കുന്ന അതേപോലെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ മക്കളെ ഈ കുക്കറപ്പം നോക്കിക്ക് എത്ര സോഫ്റ്റ് അറിയും ഈ കുക്കറപ്പം. അതേപോലെ തന്നെ എല്ലാ സൈഡിലും നമുക്ക് നല്ലോണം ആരും വന്ന് കിട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ കുക്കറപ്പം അല്ലെങ്കിൽ കലത്തപ്പം കിട്ടി കിട്ടോ. നിങ്ങൾക്ക് ഇതേപോലെ ഇത്രക്കധികം ആരെടുത്ത കുക്കറപ്പം അല്ലെങ്കിൽ കലത്തപ്പം കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞ മെഷർമെൻറ്റിൽ കറക്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. കുക്കറിൽ ചെയ്യാണ്ട് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ചെയ്തെടുത്താൽ ഇതേപോലെ നല്ല അടിപൊളി കുക്കറപ്പം നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. എന്നാൽ പിന്നെ നിങ്ങൾ ഈ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കുക്കറപ്പം ഉണ്ടാക്കല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോയും റെസിപ്പിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.